DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 15 ചൊവ്വ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ വേനൽ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൂടാതെ വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. അടുത്ത മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. അടുത്ത അറിയിപ്പ്, സപ്ലൈകോ വിഷു ഈസ്റ്റർ ഫെയർ സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 10 മുതൽ 19 വരെയാണ് വിഷു ഈസ്റ്റർ ഫെയർ പ്രവർത്തിക്കുക. സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലെയും ഒരു പ്രധാന വിൽപ്പനശാല സപ്ലൈകോ വിഷു ഈസ്റ്റർ ഫെയറായി പ്രവർത്തിക്കും. വിഷു ദിനത്തിലും ദുഃഖവെള്ളി ദിനത്തിലും ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും ഫെയറുകൾ തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും. തിരഞ്ഞെടുത്ത ബ്രാൻഡഡ് അവശ്യ ഉൽപ്പന്നങ്ങൾക്കും സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും വിലക്കുറവും ഓഫറുകളും വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് നൽകുന്നുണ്ട്. ഇനി കേവലം 4 ദിവസങ്ങൾ കൂടിയാണ് വിഷു ഈസ്റ്റർ ഫെയറുകൾ പ്രവർത്തിക്കുക. അതിനാൽ എല്ലാ ഗുണഭോക്താക്കളും ഈ അവസരം വിനിയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണ പദ്ധതി പ്രകാരം നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഭവനരഹിതരായിട്ടുള്ളവർക്ക് പാർപ്പിടം നൽകുന്നതിന് വേണ്ടി വിവിധ മേഖലകളിൽ പുതിയ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ വർഷം 1 ലക്ഷത്തിനു മുകളിൽ പാർപ്പിടങ്ങൾക്ക് അനുമതിയായിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മുടെ സംസ്ഥാനത്തെ ലൈഫ് സ്കീമുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ട് 4 ലക്ഷം രൂപ ലഭിക്കുന്ന രീതിയിൽ തന്നെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. വിവിധ മേഖലകളിൽ ഇതിൻ്റെ അപേക്ഷാ ഫോമുകൾ ഇപ്പോൾ ലഭ്യമാണ്. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ പ്രത്യേകിച്ചും വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയൊക്കെ പലർക്കും ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തുടങ്ങിയിടങ്ങളിൽ നിന്നും ഈ ഒരു അറിയിപ്പ് ലഭിക്കുന്നവർ തീർച്ചയായും ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കുന്നതിന് ശ്രദ്ധിക്കുക. ലൈഫ് മിഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും ആവാസ് യോജന സ്കീമിലേക്ക് അപേക്ഷകൾ വയ്ക്കുന്നതിന് സാധിക്കുന്നതാണ്. എല്ലാ മേഖലകളിലേക്കും ഇപ്പോൾ അപേക്ഷകളില്ല. തിരഞ്ഞെടുക്കപ്പെടുന്ന പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും മുനിസിപ്പാലിറ്റികൾ കേന്ദ്രീകരിച്ചുമാണ് ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ 1600 രൂപയുടെ വിതരണം പുരോഗമിക്കുകയാണ്. വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്കുള്ള വിതരണം ഇന്നു മുതൽ സജീവമാവുകയാണ്. കേന്ദ്രവിഹിതം ലഭിക്കുന്നവർക്കുള്ള വിതരണവും ആരംഭിക്കുകയാണ്. 200, 300, 500 എന്നീ തുകകൾ അക്കൗണ്ടിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഏപ്രിൽ മാസത്തിൽ ഒരു ഗഡു പെൻഷന്റെ കൂടി വിതരണം ഉണ്ടാകുമോ എന്ന് പലർക്കും സംശയമുണ്ട്. ഏപ്രിൽ മാസത്തിൽ വിഷു ഈസ്റ്ററൊക്കെ പ്രമാണിച്ച് 3200 രൂപ വിതരണം ചെയ്യുമെന്നായിരുന്നു ആദ്യം അറിയിപ്പുകൾ എത്തിയിരുന്നതെങ്കിലും 1600 രൂപയാണ് വിതരണം ചെയ്തത്. നിലവിലിനി ഏപ്രിൽ മാസത്തിൽ ഒരു ഗഡു പെൻഷന്റെ കൂടെ വിതരണം ഉണ്ടാകുവാൻ സാധ്യതയില്ല എന്നാണ് അറിയിപ്പുകൾ. വിഷുവിന് മുൻപായി വിതരണം ചെയ്തത് ഏപ്രിൽ മാസത്തെ 1600 രൂപയാണെന്നും ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സർക്കാരിന്റെ പക്കൽ ഫണ്ട് ലഭിച്ചാൽ ചിലപ്പോൾ 25-ന് ശേഷം വീണ്ടും ഒരു 1600 വിതരണം ചെയ്തേക്കാം. എന്നാൽ അതിന് സാധ്യത വളരെ കുറവാണ്. എന്തായാലും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണമാണ് ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുന്നത്. ഇനി തുടർച്ചയായി കേന്ദ്രവിഹിതം മുടങ്ങുന്നവർ നിങ്ങളുടെ ആധാർ കാർഡുമായി പഞ്ചായത്തിലെത്തി കേന്ദ്രവിഹിതം മുടങ്ങുന്നതിൻ്റെ കാരണം കണ്ടെത്തി അതിന് പരിഹാരം കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണവും സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതവും എല്ലാവരും വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.